ഈ യേശുക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരാണ്. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരായിട്ട് തീരും. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഓരോരുത്തരും മരിച്ചു പോകുമല്ലോ, ഞങ്ങളും മരിച്ചു പോകുന്നവരാണ്. മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അല്ലയോ ഭാര്യമാരെ, നിങ്ങളുടെ ആരുടെങ്കിലും ഭർത്താക്കന്മാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനെ നീ വീണ്ടും കാണും. ഭാര്യമാരെ നിങ്ങൾ വീണ്ടും കാണും. അമ്മയപ്പന്മാരെ വീണ്ടും കാണും. മരിച്ചവരെല്ലാവരും ലോകാവസാന ദിവസം ഇതുപോലെ കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് ഒരുപോലെ എഴുന്നേറ്റ് വന്ന് തമ്മിൽ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. തമ്മിലുള്ള വഞ്ചനകൾക്ക്, തമ്മിലുള്ള ദൂഷണങ്ങൾക്ക്, ദൈവമല്ലാത്തതിനെ ആരാധിച്ചതിന് എല്ലാത്തിനും ശിക്ഷാവിധി മരിച്ചതിന് ശേഷമാണ്. അന്ന് എന്റെ മുമ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയുന്നത് അറിയാമോ? യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ആ യേശുക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പരാതി പറയും, കർത്താവേ, ഈ വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനെ അയിരൂർ ദേശത്തു നിന്ന് ഞങ്ങളുടെ ദേശത്ത് തുമരംപാറ ദേശത്ത് പ്രസംഗിപ്പാനായിട്ട് നീ നിയോഗിച്ചതാണ്. അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സുവിശേഷം അറിയിക്കാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇതാ നരകവിധിയിലേക്ക് പോകുന്നു, ഞങ്ങളുടെ പാപം ഞങ്ങളെ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അന്ന് പറയാതിരിക്കാനും, അതിനപ്പുറം നിങ്ങൾ ആരും നരകത്തിലേക്ക് മരിച്ചതിന് ശേഷം ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾ പറയുന്ന ഈ രക്ഷയുടെ ദൂത് നിങ്ങൾ സത്യയോടെ കേട്ടുകൊള്ളുവിന്.